ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, നമ്മളിവിടുത്തെ മഹല്ല് കമ്മിറ്റി, മദ്രസ കമ്മിറ്റി, ലീഗ്, രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സംഘടനകൾ, ഇവിടുത്തെ വ്യാപാര വ്യവസായി സംഘങ്ങൾ, ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികൾ എല്ലാവരും ക്യാമ്പയിനാണ്. എന്താ ക്യാമ്പയിൻ? ചെറുപ്പക്കാരൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്, അവർ സിന്തറ്റിക് ഡ്രഗ്സിന് പിറകെയാണ്. അതുകൊണ്ട് ക്യാമ്പയിനോട് ക്യാമ്പയിനാണ്. റമദാനിൽ നോമ്പ് തുറക്കുമ്പോഴും ക്യാമ്പയിൻ, നമ്മൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാലും ക്യാമ്പയിൻ, അമ്പലത്തിൽ ചെന്നാലും ക്യാമ്പയിൻ, പള്ളിയിൽ ചെന്നാലും ക്യാമ്പയിൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരാ ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ? ആരാ ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ? നിങ്ങൾക്കറിയോ? ഉമ്മൻചാണ്ടി സാർ 2016 അധികാരം വിട്ടൊഴിഞ്ഞു പോകുമ്പോ ഈ കടുങ്ങല്ലൂരങ്ങാടിയിൽ 100 ചെറുപ്പക്കാരുണ്ടായാൽ ആ 100 ചെറുപ്പക്കാരിൽ 78 ചെറുപ്പക്കാരനും ജോലി കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയല്ല. ഡിവൈഎഫ്ഐക്കാരന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്കാരൻ നീ പരിശോധിച്ചോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കതിലുണ്ട്. അങ്ങനെ ഈ പറയുന്ന കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോ 22% യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച 100 പേരുണ്ടായാൽ 22 പേർക്ക് തൊഴിലില്ല, 78 പേർക്ക് തൊഴിൽ കൊടുത്തു UDF ഉമ്മൻചാണ്ടി. എന്നാൽ നിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോ ഡിവൈഎഫ്ഐക്കാര തൊഴിലെവിടെ എന്ന് ചോദിച്ച് സമരം നടത്തുന്ന ഡിവൈഎഫ്ഐക്കാരോട് ഞാൻ പറയുന്നത്, നിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് നീ ഗൂഗിൾ ചെയ്യുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്ത് പരിശോധിക്ക്. ഇന്ന് കേരളത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക്, യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് 44%. എന്ന് വെച്ചാൽ 100 ചെറുപ്പക്കാർ നിന്നാൽ പകുതി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത പരാജിതനായ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് ഡിവൈഎഫ്ഐക്കാരൻ എഴുതി വെക്കണം. ആ പകുതി പേരാണ്, ആ ജോലിയില്ലാത്ത ചെറുപ്പക്കാരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപകടങ്ങളിലേക്ക് പോയത്.